ഈ സംഘടനയുടെ ഭാരവാഹികൾ, ഞാൻ സുന്ദർ മേലയിൽ നാട്യവേദിയുടെ സെക്രട്ടറിയാണ്. ശ്രീമതി കലാമണ്ഡലം സോണി നാട്യവേദിയുടെ ഡയറക്ടറാണ്. ശ്രീമതി അബ്രദിത ബാനർജി നാട്യവേദ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ശ്രീ വിജയ് ചന്ദ്രൻ നാട്യവേദിയുടെ പ്രസിഡന്റ്. ഇത്രയും ആളുകളാണ്. നേരത്തെ പറഞ്ഞു, വിനോദിന്റെ കാര്യം പറഞ്ഞു. പ്രശസ്ത സിനിമാ സംവിധായകനും ഡോക്യുമെന്ററി സംവിധായകനുമായ വിനോദ് മങ്കര ആണ് ഈ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരം നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഥമ നാട്യവേദ പുരസ്കാരം പ്രമുഖ നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന് നൽകി ആദരിക്കും. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 14-ാം തീയതി ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ത്രിദിന ഗുരുവായൂർ ഫെസ്റ്റിലാണ് അവാർഡ് സമ്മാനിക്കുന്നത്. ഭരതനാട്യ നർത്തകി, അധ്യാപിക, നൃത്ത ഗവേഷക എന്നീ നിലകളിൽ പ്രശസ്തയായ പത്മ സുബ്രഹ്മണ്യത്തെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തരായ നൃത്ത സംഗീത പ്രതിഭകൾക്കാണ് എല്ലാ വർഷവും ഗുരുവായൂർ ഫെസ്റ്റിൽ ഈ അവാർഡ് നൽകുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. അവരിൽ ഒരാളെ തെരഞ്ഞെടുത്ത് ഒരു വർഷം ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം. ഇത് ദേശീയ അടിസ്ഥാനത്തിലാണ്, നാഷണൽ അവാർഡാണ്. അത് നമ്മുടെ ഒരു ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള കലാകാരന്മാർ നമ്മൾ ഈ കാര്യത്തിലേക്ക് വേണ്ടി പരിഗണിക്കും. ഇതിന്റെ പ്രഥമ അവാർഡ് ഈ വർഷം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ പത്മ സുബ്രഹ്മണ്യം മാമിനാണ്. ഈ 25-ാം വർഷം ഞങ്ങൾ മറ്റൊരു സംരംഭം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ വെച്ച് ഒരു നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ. ഇത് വെറും ഒരു നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ആയിട്ടല്ല, ഒരു ഡെസ്റ്റിനേഷൻ ഫെസ്റ്റിവൽ ആയിട്ട്, ഒരു സ്ഥലനാമ ശീർഷക നൃത്തോത്സവം. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴില്ല. പുരി, കോണാർക്ക്, ഹംപി, മഹാബലിപുരം ഇങ്ങനെ പ്രശസ്തങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഒരു വ്യത്യാസം നടന്നത്, അതെല്ലാം ഓരോ ക്ഷേത്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ആളുകൾക്ക് വന്നു ചേരാൻ പറ്റിയ ഒരു ക്ഷേത്ര പശ്ചാത്തലം നമുക്ക് ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പത്മനാഭന്റെ ഖ്യാതി ലോകം മുഴുവൻ വരുന്ന പോലെ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഖ്യാതിയും ലോകം മുഴുവൻ പരക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഗുരുവായൂരിൽ വെച്ച് നമ്മൾ ആ ഒരു ഉത്സവം തുടങ്ങുകയാണ്. എല്ലാ വർഷവും നടത്താനാണ് തീരുമാനം. അപ്പൊ അവിടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്, എല്ലാ ഉത്സവങ്ങളും ക്ഷേത്ര പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്, ക്ഷേത്രമാണ് അതിന്റെ പശ്ചാത്തലം, അതിലാണ് നർത്തകിമാർ നൃത്തം ചെയ്യുന്നത്, ഇവിടെ നമുക്ക് അങ്ങനെ സാധിക്കില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഗുരുവായൂർ ഊരായതുകൊണ്ട് ആ ഊര് മുഴുവൻ ആ ഒരു ഖ്യാതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നമുക്ക് നടത്തുന്നത് മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്, അത് ഇന്നത്തെ ക്ഷേത്രങ്ങളുടെ ഒരു ശോചനീയാവസ്ഥയാണ്. മുൻവശത്ത് ക്ഷേത്രഗോപുരം കാണാത്ത രീതിയിലുള്ള നടപ്പന്തലുകൾ നിർമ്മിക്കുക, അതും അതിന്റെ ക്ഷേത്രത്തിന്റെ മനോഹാരിത നശിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ളത്. അപ്പൊ ഈ ക്ഷേത്രം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ക്ഷേത്ര സംബന്ധിയായ ഒരു കാര്യം മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവർത്തനമായിട്ടാണ് നാട്യവേദ ഈ കാര്യത്തെ മുന്നിൽ കാണുന്നത്. ഇത് ഒരു ദേശീയ നൃത്തോത്സവമാണ്, എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. പക്ഷെ ഈ ആദ്യത്തെ 3 വർഷക്കാലം ഇത് നമ്മൾ മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുകയാണ്. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് ഈ കലാരൂപത്തിന് വേണ്ടത്ര വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നൃത്തരൂപങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ അനിയത്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മോഹിനിയാട്ടത്തിന്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ ചരിത്ം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു സമയമല്ല ഇത്. വളരെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഫ്രം ദ സ്ക്രാച്ചസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വെള്ളത്തോളം കൂട്ടരും കൂടി ഉണ്ടാക്കിയെടുത്ത പെറുക്കി അടുക്കി വെച്ചിരിക്കുന്ന ഒരു കലാരൂപമായിരുന്നു അത്. പല അംശങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നമ്മുടെ കൈകൊട്ടിക്കളിയുടെ അംശങ്ങളുണ്ടായിരുന്നു, തിരുവാതിരക്കളിയുടെ അംശങ്ങളുണ്ടായിരുന്നു, ഭരതനാട്യത്തിന്റെ അംശങ്ങളുണ്ടായിരുന്നു. ആദ്യകാലത്തൊക്കെ ഭരതനാട്യത്തിൽ നിന്നുള്ള ഗുരുക്കന്മാർ തന്നെ പലരും അത് അവിടെ അഭ്യസിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിന്റെ ഒരു തനിമ അതിനെ പൂർണ്ണമായിട്ട് കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
ആ കാര്യത്തിൽ ചില പരിശ്രമങ്ങൾ നമ്മുടെ പല ഗുരുക്കന്മാരും നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശ്രീ കാവാലം നാരായണ പണിക്കർ സാറ്. അതുപോലെ ലീലാവംശേരി അതിലെ നൃത്തത്തിന്റെ മാത്രമല്ല അതിന്റെ സംഗീതത്തിന്റെ അംശം, അഭിനയ സംഗീതം എന്ന രീതിയിൽ തന്നെ അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കേരളത്തിൻ്റെതായ ഒരു രാഗ താള പദ്ധതി ഉണ്ട് എന്നവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാവാലം സാറ് ആ കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്യവേദിയുടെ ആദ്യകാലം മുതൽ തന്നെ ഞങ്ങളുടെ പാറ്റേണായിരുന്നു, ഞങ്ങളുടെ രക്ഷാധികാരിയായിരുന്നു കാവാലം സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ദൗത്യം കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ 3 വർഷം മോഹിനിയാട്ടത്തിൽ കേരളത്തിന്റെ താള രാഗ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇതിനെ ഒന്ന് സമ്പന്നമാക്കിയെടുക്കാം എന്നുള്ള ഒരു ശ്രമം നാട്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതാണ് ഈ ഉത്സവത്തിന്റെ ഒരു ഉദ്ദേശം. ഈ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഈ അവാർഡ് എല്ലാ വർഷവും കൊടുക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് 14, 15, 16 തീയതികളിലാണ് ഈ ഉത്സവം ഗുരുവായൂരിൽ നടക്കുന്നത്. 14-ാം തീയതി ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡോക്ടർ പത്മസുബ്രഹ്മണ്യം, പത്മവിഭൂഷൺ പത്മസുബ്രഹ്മണ്യം തന്നെയായിരിക്കും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുകയും അവർ തന്നെ ഈ അവാർഡ് പ്രഥമ നാട്യവേദ പുരസ്കാരം അവർ സ്വീകരിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികളുണ്ട്. ഫെസ്റ്റിവലിന്റെ ഈ നൃത്തോത്സവത്തിന്റെ വിശദ വിവരങ്ങൾ ഈ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ശ്രീ വിനോദ് മങ്കര ഇവിടെയുണ്ട്. അദ്ദേഹം ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കും. ഡെസ്റ്റിനേഷൻ ഫെസ്റ്റിവൽ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ആരംഭിക്കുന്ന ആദ്യ ഫെസ്റ്റാണ് നാട്യവേദ ഗുരുവായൂർ ഫെസ്റ്റ്. ഇത് 3 ദിവസങ്ങളിലായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 3 ദിവസങ്ങളിലായി 6 പ്രഗത്ഭ മോഹിനിയാട്ട നർത്തകിമാർ സന്ധ്യകളിൽ അരങ്ങുണർത്തും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർ നീന പ്രസാദ്, ഗോപിക വർമ്മ, മാളവിക മേനോൻ, ഗായത്രി മധുസൂദൻ, സാന്ദ്ര പിഷാരടി, ഇങ്ങനെ 6 പേരാണ്. സുനന്ദ നായർ, ഇങ്ങനെ 6 പേരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത് വൈകുന്നേരങ്ങളിലാണ് ഈ പെർഫോമൻസ് നടക്കുക. പകൽ മുഴുവൻ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നൃത്ത സംഗീത പണ്ഡിതർ പലതരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളും സംവാദങ്ങളും സംഗീത സദസ്സും എല്ലാം നടത്തി അത് പകൽ പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അങ്ങനെ 3 ദിവസം വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 3 ദിവസങ്ങൾ, ആദ്യ ദിവസമാണ് പത്മസുബ്രഹ്മണ്യം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ദിവസം അവർ അവാർഡ് വാങ്ങിക്കുകയും ചെയ്യും. ആ അവസരത്തിൽ സദനം കൃഷ്ണൻകുട്ടി ആശാൻ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ആദ്യ ദിവസം. സമാപന സമ്മേളനം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ് ഉദ്ഘാടനം ചെയ്യുകയും അന്ന് പ്രഗത്ഭരായ മറ്റു പലരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പൊ ഈ 6 പ്രഗത്ഭരായുള്ള നർത്തകിമാരുടെ നൃത്തം, ഇത് ഒരാൾ അമേരിക്കയിലാണ്, മറ്റൊരാൾ കൽക്കട്ടയിലാണ്, കേരളത്തിൽ മറ്റുള്ളവരാണ്. ഇങ്ങനെ മോഹിനിയാട്ടത്തിന്റെ വിവിധ തലങ്ങൾ, വിവിധ ശൈലികളിലുള്ള മോഹിനിയാട്ടം അവതരിപ്പിച്ച് കേരളത്തിന്റെ ഈ സാംസ്കാരിക ലോകത്ത് സമ്പന്നമാക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി ഈ ഫെസ്റ്റിവലിനുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ഗുരുവായൂരിന് സമീപമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് സംഗീത നൃത്ത അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ ഡോക്ടർ സുഗന്ധി ടീച്ചർ നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതിൽ 50ഓളം കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർ ഇത്രയും പങ്കെടുക്കുകയാണ്. ഇത് ഇത്രയും കുട്ടികൾക്ക് ഒരു പുതിയ തരത്തിലുള്ള കേരളത്തിന്റെ താള പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ഒരു കൃതി ചിട്ടപ്പെടുത്തുകയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടുത്ത 3 വർഷം മോഹിനിയാട്ടത്തിൽ എന്തൊക്കെ പുതിയ തരത്തിലുള്ള
കൊടുപ്പും തൊങ്ങലുകളും നമുക്ക് ഈ കലാരൂപത്തിൽ ചാർത്താൻ പറ്റും എന്നുള്ള ഒരു ആംഗിളിലാണ് ഈ ഫെസ്റ്റിവൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും കൊടുക്കുന്ന അവാർഡുകൾ വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാർക്കും നർത്തകർക്കുമാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഓരോ വർഷവും നമ്മൾ അതിന് പ്രത്യേക ജൂറിയുണ്ട്, ആ ജൂറി ഇത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ഈ ഫെസ്റ്റിവലിന്റെ ഒരു ക്യൂറേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.